ഷർമി, ഇതിൽ വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത് ഒരു ഗുസ്തി താരം മാത്രമല്ല, ഒളിമ്പിക്സിൽ ഒരു സ്വർണം മെഡൽ നേടാൻ വേണ്ടി പോയ ഒരു വ്യക്തി മാത്രമല്ല, ഈ രാജ്യത്തെ കായിക താരങ്ങളായ പെൺകുട്ടികളുടെ അഭിമാനത്തിന് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു കായിക താരമാണ് വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത്. ഈ വിനീഷ് ഈ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ആകാതിരിക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അണിയറ നീക്കങ്ങൾ, പിന്നാമ്പുറ നീക്കങ്ങൾ അവിടെ നടന്നു എന്ന് വനിതാ കായിക താരം എന്ന നിലയിൽ ഷർമി സംശയിക്കുന്നുണ്ടോ? തീർച്ചയായും സംശയിക്കുന്നുണ്ട്. കാര്യം ഒരു കായിക താരം എന്ന നിലയിൽ കേൾക്കാമോ? കേൾക്കാം. ഒരു വനിതാ കായിക താരം എന്ന നിലയിൽ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. കാര്യം ഒരു ടീം പോകുമ്പോൾ, ഒരു മേജർ കോമ്പറ്റീഷൻ ആയിട്ട് ഒരു ടീം പോകുമ്പോൾ ആ ടീമിന്റെ കൂടെ ഒരു അതായത് ഡയറ്റീഷ്യൻ കാണും, അതുപോലെ കോച്ചസിന്റെ ഒരു വലിയ ഗ്രൂപ്പ് കാണും, അതുപോലെ എല്ലാ സംവിധാനങ്ങളുമായിട്ടാണ് ഒരു ഇന്ത്യൻ ടീം ഒരു മേജർ കോമ്പറ്റീഷൻ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ, അതായത് 100 ഗ്രാം വ്യത്യാസത്തിൽ ഒഴിവാക്കപ്പെട്ടു, തടയപ്പെട്ടു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഷെയിമായിട്ടാണ് തോന്നുന്നത്. ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തൊക്കെ ഇതുപോലൊരു സംഭവം നടക്കുക. ഇപ്പൊ പാരീസിലാണെങ്കിലും നമ്മുടെ പ്രതിനിധികൾ പോയിട്ടുണ്ട്. അവരെ കൊണ്ട് പോലും അത് അനുകൂലമായിട്ടൊരു വിധി ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ലഗ്നിയാണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത്. കാര്യം ഒരു കുടുംബത്തിന്റെ എല്ലാ സ്വപ്നങ്ങളുമാണ് അവിടെ തകർത്തെറിയപ്പെട്ടത്. അതൊക്കെയാണ് ഒരു ഒളിമ്പിക്സിനായിട്ട് എനിക്ക് തോന്നുന്നു മറ്റ് കായിക താരങ്ങൾക്ക് കിട്ടിയതുപോലെയുള്ള ഒരു സൗകര്യങ്ങളും വിനേഷിനെ സംബന്ധിച്ച് കിട്ടിയിട്ടില്ല. കാര്യം കുറച്ചു കാലം സമരത്തിന് പുറകെയായിരുന്നു, ബാക്കിയുള്ള കാര്യങ്ങളിലായതുകൊണ്ട് ഒരു തരത്തിലും അവർക്ക് ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം പോലും അവർക്ക് കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് പോലും അവരുടെ ആദ്യ റൗണ്ടിൽ തന്നെ അവർക്ക് ഏറ്റവും വലിയ ടൈറ്റ് കോമ്പറ്റീഷനെയാണ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. അല്ലാതെ ഇനി ഒരിക്കലും ഒരു പ്ലെയറിന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. വിനേഷിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന 8ാം ക്ലാസ്സിൽ 8 വയസ്സുള്ളപ്പോഴാണ് ആ വിനേഷിന്റെ അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം അവരുടെ കുടുംബം മൊത്തം സ്പോർട്സിലോട്ട് തിരിഞ്ഞ് ഇപ്പൊ വിനേഷിനെ പോലെ, അതായത് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ന നിലയിൽ അഭിമാനിക്കാവുന്ന ഒരു കായിക താരമാണ് വിനേഷ്. വിനേഷിന്റെ ആ പരാജയം ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ആ ഒരു ഇവരെല്ലാം കൂടി അയോഗ്യരാക്കപ്പെട്ട ആ സമയത്തുണ്ടായ ഫീലിംഗ് ഉണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് സംഭവിച്ച പോലെയാണ് നമ്മൾ കായിക താരം എന്ന നില. ഇതൊന്നും നോക്കി നിൽക്കാനും നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതിന് വേണ്ടുന്ന രീതിയിൽ ഒരു പരിശോധന കമ്മിറ്റിയെ വെച്ച് പരിശോധിക്കേണ്ട ആവശ്യം തന്നെയാണ്. അതായത് ഈ ദംഗൽ സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഈ ഫോഗട്ടിൻ്റെ കുടുംബമൊക്കെ ഈ ഒരു കായിക ഇനത്തിന് വേണ്ടി അവർ തലമുറകളായി അവരുടെ എല്ലാം ത്യജിച്ച് ഇതിനു വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. ഷർമി, ഈ ഇവരുടെ അഖാഡയിൽ വലിയൊരു ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഹരിയാനയിലെ ഗ്രാമത്തിലെല്ലാം സജ്ജമായിരുന്നു. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യാൻ അടക്കം സജ്ജമായിരുന്നൊരവസ്ഥ. അവിടെയാണ് ഇടുത്തി പോലെ ഇത്തരത്തിൽ ആ ഗ്രാമത്തെ ഒന്നാകെ, ആ അഖാഡയെ ഒന്നാകെ ഉലച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു അപശകുനം പോലെ ഈ വാർത്ത വന്നെത്തുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ കുടുംബത്തിന് മാത്രമല്ല, ഇന്നലെ അമ്മയെ വിളിച്ച് വിനേഷ് പറഞ്ഞത് ഞാൻ സ്വർണവുമായി തിരിച്ചു വരുമെന്നതാണ്. ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായില്ലേ? ഇപ്പോൾ അവർ സെമി ഫൈനലിൽ കരസ്ഥമാക്കിയ ആ വെള്ളി മെഡലെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്, അവർ അർഹതപ്പെട്ടത് തന്നെയാണ്. കാര്യം മറ്റൊരു കായിക താരങ്ങൾക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് വിനേഷിനെ സംബന്ധിച്ച് കിട്ടിയിട്ടില്ല. വിനേഷിനെ സംബന്ധിച്ച് കിട്ടിയിട്ടുള്ള എന്താണ്, ജനങ്ങളുടെ പിന്തുണ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്, അല്ലേ? അത് കാര്യമല്ലേ? അപ്പോൾ വിനേഷിന് അർഹതപ്പെട്ട മെഡല് അത് എന്ത് തന്നെയാണെങ്കിലും, ഇപ്പൊ ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും തേർഡ് ആണെങ്കിലും കിട്ടിയേ പറ്റുമോ, കിട്ടിയേ തീരുള്ളൂ എന്ന് തന്നെ നമ്മൾ തീരുമാനം എടുത്ത് തന്നെ മുന്നോട്ട് പോകണം. അത് ഒരു കാര്യം, നമ്മുടെ ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് പരിശോധന കഴിഞ്ഞ ഒരു 10 മിനിറ്റിനുള്ളിൽ അത് അപ്പീൽ ചെയ്യാമായിരുന്നു. അവരത് ചെയ്തില്ല. അത് വലിയൊരു മേജർ മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇത് മുൻപും പല കായിക താരങ്ങളുടെ കേസിലും ഈ ഒരു വെയിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടല്ല, മറ്റു പല കാര്യങ്ങൾ, അതൊന്നും ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് അവസാനിപ്പിക്കേണ്ട സാഹചര്യം കഴിഞ്ഞു. ഒരുപാട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളൊരു മേജർ കോമ്പറ്റീഷനിലോട്ട് എത്തുന്നത്. ഒരു കുടുംബത്തിന്റെ ഇല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ തന്നെ സ്വപ്നത്തെയാണ് ഇപ്പൊ തകർത്തെറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എന്താണോ സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്.